സംഭവിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത, നാളെ നമുക്ക് ഇവിടെ ഈ ഹാൾ അനുവദനീയമല്ല, അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ വേറെ എന്തോ പ്രോഗ്രാം ഇവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്. എനിവേ, എന്താണെങ്കിലും ശരി, നമ്മളുടെ പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തും വളരെ നല്ല നിലയ്ക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പം, അല്ലെ? നമുക്കറിയാം, എല്ലാ ദിവസവും എയർലിംഗിന്റെ പെരുമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ധാരാളം ആളുകൾ മെറ്റാക്രാറ്റ് എന്ന് പറയുന്ന പദവിയിലേക്കും ഒക്കെ കടന്നു വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ ദാസ് ഫ്രം പത്തനംതിട്ട. ഈ പെൽവിൻ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് സെഗ്മെന്റിലേക്ക് കടന്നു വന്നിട്ട് കടന്നു വന്നിട്ട് ഇപ്പോ ഏതാണ്ട് 3.5 വർഷക്കാലങ്ങളായി. അതിനു മുമ്പ് കുറേയേറെ ബിസിനസ്സുകൾ, പല തരത്തിലുള്ള ബിസിനസിന്റെ കാര്യങ്ങൾക്കകത്ത് ബന്ധപ്പെടാൻ വേണ്ടി ഉള്ള ഭാഗ്യം കിട്ടി. ചിലതൊക്കെ ഗുണമായിരുന്നു, ചെറിയ തരത്തിലൊക്കെ. ചിലതൊക്കെ 8ന്റെ പണിയുമായിരുന്നു. കാരണം നമുക്ക് ഈ സിലക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? ശരിയല്ലേ? പശുവിനെ വാങ്ങാൻ പോവാ, നാഴിപ്പാല് കറക്കുന്നതിന്റെ പേര് പശു എന്നാണ്. 15 ലിറ്റർ പാല് കിട്ടുന്നതിന്റെ പേര് പശു എന്നാണ്. അപ്പൊ ഈ വ്യവസ്ഥയെ കുറിച്ച് അറിയാതെ ഒരാൾ നാഴിപ്പാല് കറക്കുന്ന ഒരു പശുവിനാണ് മേടിച്ചതെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടമൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതൊക്കെ നോക്കണ്ടല്ലായിരുന്നു അത് ശരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ തുടക്ക സമയങ്ങളിലൊക്കെ എന്താണ് ഒരു കമ്പനി, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് വേണ്ടുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിത വിജയം ഉറപ്പാക്കാൻ കഴിയാമെന്നൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സമയമാണ്. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ നിരവധി കമ്പനികളുടെ ഒക്കെ പിന്നാലെയൊക്കെ പോയി ശരിക്കും പറഞ്ഞാൽ ഇനി ഒരിക്കലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുപ്പിച്ചു. അപ്പം ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ തീരുമാനം എടുക്കണേന്നുള്ള കേസ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്റെ ഒരു സുഹൃത്തുണ്ട്, ജ്യോതികുമാർ പോലെ, കണ്ണൂരുകാരനാണ് അദ്ദേഹം. ഞാനും നല്ല നല്ല സുഹൃത്ത് ബന്ധത്തിലാണ്. 1-2 ബിസിനസ്സുകൾ ഞങ്ങള് ഒരുമിച്ച് സഹകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ജ്യോതികുമാർ സാറ് എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, അനിൽകുമാർ സാർ, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്, പെൽവിൻ ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ പേര്, അപ്പൊ തീർച്ചയായിട്ടും അതിലൊന്ന് ജോയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, ഇല്ല ജ്യോതി, ഞാൻ അതില്ല. ഞാൻ ജ്യോതിനെ വിളിക്കാതെ, ഇല്ല ജ്യോതി, ഞാൻ അതിലേക്കില്ല, എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചെയ്തതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. വീട്ടുകാർക്കാകെപ്പാടെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം സാറേ. ഏതാ നമ്മളെയൊക്കെ അംഗീകരിക്കുകയാണ് അതിഭയങ്കരമായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്, പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് നമ്മൾ പുറത്തു പോകുന്നുണ്ട്. നമ്മൾ പറയുന്ന കണക്കുകളൊക്കെ ചെറിയ കണക്കുകളല്ല, ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ കണക്കാണ്. പക്ഷെ വീട്ടില് അരി വെക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കുന്നു. ഇത് അവര് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ശരിയല്ലേ? അങ്ങനെ ലാസ്റ്റ് സത്യം ഞാൻ പറയണം, എന്റെ മോൻ പറഞ്ഞു, ഞാൻ അന്നൊരു ബിസിനസ് ചെയ്യുമ്പോ ആഴ്ച 2,10,000 രൂപ കിട്ടുന്നതാണ്. എന്റെ മോൻ എന്നോട് പറഞ്ഞ ഇങ്ങനെയാണ്, അച്ഛൻ ആദ്യം വീട്ടില് അരി വാങ്ങാനുള്ള പരിപാടി ശരിയാക്കിയിട്ട് ദയവായിട്ട് ഈ 2,10,000 കണക്ക് പറയാം. മൂത്ത പോലെ അഭിപ്രായപ്പെട്ടത് എന്തെങ്കിലും തിരിച്ചു പറയാൻ വേണ്ടിയുള്ളൂ, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ എത്തിച്ചേർന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് സെഷൻ ഒന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ജ്യോതിയുടെ ഈ കോള് വരുന്നത്. അപ്പൊ കോള് വന്നപ്പോ ഞാൻ ആദ്യം വിസമ്മതിച്ചു, വേണ്ട, ഇനി അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ജ്യോതി പറഞ്ഞു, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിരുന്ന കാര്യങ്ങൾക്ക് അതൊക്കെയാണ്. എന്താണ് ശരി, എന്റെ വാക്കിനെ തള്ളിക്കളയരുത്, താങ്കൾക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അന്ന് നമ്മുടെ ഡിജിറ്റൽ ബാങ്കിങ് ബിസിനസ് ഉള്ള സമയമാണ്. അതിലൊരു വാലറ്റ്, അപ്പൊ ഞാൻ ചോദിച്ചു എത്രയാണ്, 2,250 രൂപ. സത്യം പറയട്ടെ, അത് പോയി എന്ന് കരുതി ഞാൻ കൊടുത്തതാണ്. ഈ ജ്യോതി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യണ്ട, കളയണ്ട. ഇതിന്റെ പേര്, കാരണം എത്രയോ ബിസിനസ്സുകളിൽ എന്നോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജ്യോതി. തിരിച്ചു അങ്ങനെ ശരി. അങ്ങനെ ഞാൻ 2,250 രൂപ കൊടുത്ത് പെൽവിൻ ഇന്റർനാഷണൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് 2 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വന്നു. എന്റെ പേര് PV അസാദൻ, ഞാൻ മൈസൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയുണ്ട്? അശോകൻ സാറാണ് വിളിക്കുന്നത്. അപ്പോ അദ്ദേഹവുമായി സംസാരിച്ചപ്പോ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരിക്കലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചേക്കുന്ന ഒരു വ്യക്തിയെ അല്ല. മാത്രവുമല്ല, ഒരു ഇതര ബിസിനസ്സിലേക്ക് പോകേണ്ട ആവശ്യകത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചില്ല. അത്രയ്ക്ക് ഒരു വെൽ സെറ്റഡ് ആകുന്ന ഒരവസ്ഥയിലാണ് ശരിക്കും ആര് നിൽക്കുന്നത്, സാറിനെ സംബന്ധിച്ച് നിൽക്കുന്നത്. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം വളരെ ഒരു ഇഷ്ടമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഏകദേശം മിക്കവാറും പെട്ട ദിവസങ്ങളിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. പെൽവിൻ ഇന്റർനാഷണലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അപ്പോ എന്നോട് പറഞ്ഞു, അനിൽകുമാർ ഇത് ഏറ്റെടുക്കണം, ചെയ്യണം. അന്ന്
8 ലെവലിന്റെ ഇൻകം കിട്ടുന്ന പ്ലാനാണ് ശരിക്കും. ഏതാ ഈ DP പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത്. അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് പഠിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ സാർ, പഠിച്ചിട്ട് വിളിക്കാം. ഞാൻ പഠിച്ചു നോക്കിയപ്പോ എന്റെ 8 ലെവലിന് മുകളിലാണ് ആര് അശോകൻ സാർ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ഒരു പൈസ പോലും ആർക്കും കിട്ടില്ല, അശോകൻ സാറിന് കിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ ബിസിനസിന്റെ റെസ്പോൺസിബിലിറ്റി ആളെ ഏറ്റെടുക്കുമോ? ഹലോ, സാധ്യതയില്ല. അപ്പൊ ഇത് മനസ്സിലാക്കിയ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്റെ 8 ലെവലിന് മുകളിലാണ് നിൽക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുക? അൽകുമാർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, ഞാൻ കൊണ്ടുവരുന്ന ആളുകളുടെ പേയ്മെന്റ് സെക്ഷൻ അത് സത്യം പറഞ്ഞ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം ഏറ്റെടുക്കൂലെന്ന് നമുക്കറിയാലോ, നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നെങ്കിൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നെങ്കിലാണല്ലോ നമുക്ക് എന്താണ് ഒരു കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്താണ് അങ്ങനെയെങ്കിലും ഒഴിവാകട്ടെ എന്ന് വിചാരിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു മറുപടി, അൽകുമാർ ഒന്നും നോക്കണ്ട, ഞാനത് ഏറ്റെടുത്തു. അപ്പൊ അവരെ വിടാൻ ആയിട്ടുള്ള സാധ്യത കാര്യങ്ങളില്ല. അങ്ങനെ ഓക്കെ, ബിസിനസിന്റെ കാര്യങ്ങൾ ആരംഭിച്ചു. അദ്ദേഹമായിട്ട് നല്ലൊരു സൗഹൃദത്തിന്റെ കാര്യങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എങ്ങനെ പേൾവിലേക്ക് വന്നു ഞാൻ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്ത് കുമാർ സാർ എന്ന് പറയും, അതൊരു പാസ്റ്ററാണ് അദ്ദേഹം എന്ത് ചെയ്തു, നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തു, ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ നിലവിൽ ആ സമയത്ത് ഈ കുമാർ സാറ് വേറൊരു ബിസിനസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആള് തമിഴ്നാട്ടിലാണുള്ളത്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുറേയേറെ നമ്പറുകൾ വരും. അപ്പൊ ഈ നമ്പറുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ വിളിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഒരു ദിവസം ട്രിവാൻഡ്രത്തുള്ള ഒരു ബിജി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ നമ്പർ തന്നു. ഞാൻ അതേ ചോദിച്ചു, ഈ വ്യക്തിയുടെ വീട് എവിടെയാണ്? അപ്പൊ പറഞ്ഞു പത്തനംതിട്ടയിലാണ്. ഓക്കെ, അദ്ദേഹം ഇതിന്റെ ഒരു സജീവ പ്രവർത്തകനായിട്ട് വരികയാണ്. അപ്പൊ എന്നാൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ വ്യക്തിയാണെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ലക്ഷ്മി മാം എന്ത് ചെയ്തു, ഇതിന്റെ ഫോൺ വാങ്ങിയതിനു ശേഷം എന്നോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, മാമിന് പേൾവിൻ ഇന്റർനാഷണൽ അറിയോ? അപ്പൊ തുടങ്ങണമല്ലോ ആളുമായിട്ട് സംസാരിച്ചിട്ട്. അറിയാം സർ. എങ്ങനെ അറിയാം? ഞാൻ 2018 ജോയിൻ ചെയ്തതാണ്. ആരാ ഞാനെന്നാ ജോയിൻ ചെയ്തത്? 2 ദിവസമായിട്ട്. അന്നേരമാണ് ഈ കലാപരിപാടി ഒപ്പിക്കുന്നത്. അദ്ദേഹം എപ്പോൾ ജോയിൻ ചെയ്ത? 2018 ജോയിൻ ചെയ്ത ആളാണ്. അപ്പൊ എന്നെക്കാൾ എത്ര സീനിയറാണ് അദ്ദേഹം? ആലോചിച്ച് നോക്കണം ഈ സബ്ജക്റ്റിനകത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇവരുടെ ലീഡേഴ്സ് ആവുന്ന ആളുകൾ ഒരു ഘട്ടത്തിൽ കുറെ പൈസയൊക്കെ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, പല വഴിക്ക് പോയി. അപ്പം ഇദ്ദേഹം ഒരു കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസറാണ്, ഈ ലക്ഷ്മി റാവ് എന്ന് പറയുന്ന ആള്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി പ്രശ്നമാണ് അദ്ദേഹത്തിന്. അത് കാരണം ഇദ്ദേഹം വേറെ ബിസിനസ്സുകളിലേക്കൊന്നും തൽക്കാലം പോയില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ബിസിനസ്സുമായിട്ട് ജോയിൻ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, എന്റെ കൈവശം കുറേയേറെ DP ഉണ്ട്, ഇത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, അതെങ്ങനെയാണ് സാറ് അത് എൻക്യാഷ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, മാം ഇപ്പൊ എന്റെ ഗ്രൂപ്പിൽ പെടുന്ന ഒരാളല്ല. എന്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ ഇതിന് എന്താ സാർ ഒരു സൊല്യൂഷൻ? മാം ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാനുണ്ട്, നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പം കൂടുതലൊന്നുമില്ല, 4400 DP ഉള്ളൂ. ഒരു DPക്ക് 75 രൂപ വരെയുണ്ട്. പൈസ എത്രയായി? അപ്പൊ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 3 വാലറ്റ് എടുക്കണം, പേള്, കോറല്, ഒനിക്സ്, ഈ 3 വാലറ്റിന്റെ കാര്യങ്ങൾക്ക്. അപ്പൊ 13,500 രൂപയുടെ കേസായി. അപ്പൊ ഈ 3 എണ്ണത്തിന്റെ കമ്മീഷൻ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിലായി? അങ്ങനെ അദ്ദേഹം ഈ വന്ന ഫണ്ടിൽ നിന്ന് ഈ പറഞ്ഞ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട്, ഈ DP ട്രാൻസ്ഫർ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ 3 വാലറ്റ് എടുത്തു. അശോകൻ സാറുമായി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ ബാലൻസ് ഉണ്ടായിരുന്ന DP, അല്ല ഓരോ പണി വരുന്ന വഴി എന്ന് പറഞ്ഞ പോലല്ല, നമുക്കൊരു ഭാഗ്യം വരുന്ന വഴി എന്നാണ് പറയുന്നത്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന DP അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക് എന്ത് ചെയ്തു, കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് അതിന്റെ പേയ്മെന്റ് അവിടെ അയച്ചു കൊടുത്തു. ഇത് ശരിക്കും അവിടെ ഒരു തരംഗമായി മാറി. ഏതാണ്ട് 1 മാസക്കാലങ്ങൾ കൊണ്ട് പേൾവിൻ ഇന്റർനാഷണൽ എനിക്ക് 326 എൻട്രീസ് വന്നു. ഈ 326 എൻട്രീസ് എന്ന് പറയുന്നത് ഇതേ സ്റ്റേജാ. ലക്ഷ്മി മാമിന്റെ താഴെ 650 പേരുണ്ട്. 2018 മുതൽ ഇങ്ങോട്ട് പ്രവർത്തിച്ച ലക്ഷ്മി മാമിന്റെ താഴെ 650 ആൾക്കാരാണ്. കുറച്ചുപേരെ അതിന് കറക്റ്റ് ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങളോ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പൈസ കിട്ടും എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയൊരു ഗ്രൂപ്പ് അവിടെ എന്തായി, അവിടെ ഫോം ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ മദറിന് സുഖമില്ല. അപ്പൊ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് മാം
മാം ഇപ്പം എന്റെ ഗ്രൂപ്പിൽ മെറ്റാക്രാറ്റായിട്ട് മാറിയ വ്യക്തിയുടെയാണ്. ശരിക്കും അന്ന് തൊട്ട് ഇങ്ങോട്ട് ഈ ഒരു നിമിഷം വരെ പറയാമെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പേൺവേയിൽ നമുക്ക് സാധിച്ചു. അതിനുശേഷമാണ് PVC മെറ്റ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ വരുന്നതും. അപ്പൊ ആ ഗ്രൂപ്പ് അതേപടി തന്നെ നമ്മളോടൊപ്പം സഹകരിച്ചു. മറ്റു ഏരിയയുടെ ഭാഗങ്ങളൊക്കെ വന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അബ്സല്യൂട്ട്ലി ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 30 വർഷക്കാലത്തിലേറെ ആയിട്ട് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബിസിനസിന്റെ ഫീൽഡിൽ പല കമ്പനിയുടെ കാര്യങ്ങൾക്കായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും മനസമാധാനം അനുഭവിക്കുന്ന ഒരു വർക്ക് ഞാൻ ആദ്യമായിട്ട് ഇപ്പം ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി നമ്മൾ വർക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റ് എക്സ്പയറി ഡേറ്റിന് മുമ്പെങ്കിലും വിൽക്കണ്ടേ? ഹലോ, ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയാൽ പിന്നെ എന്താണ്? അതുകൊണ്ട് കാര്യം അത് ഡെഡ് മണിയാണ്. ശരിയല്ലേ? നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തോടെ, മാത്രവുമല്ല ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് നെറ്റ്വർക്കിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ പൊതുവെ പറയും നമുക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയില്ല, പൈസ കിട്ടുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അവിടെ എത്രമാത്രം സക്സസ് റേറ്റ് ഉണ്ട്? എത്രമാത്രം സക്സസ് റേറ്റ് ഉണ്ട്? കാരണം 1000 പേര് വരുമ്പോ ഒരാളും ചെയ്യും. ശരിയല്ലേ? ഹലോ, ശരിയല്ലേ? 1000 പേര് വരുമ്പോ ഒരാളും ജയിക്കും. അതാണ് ശരിക്കും അതിന്റെ ഒരു സക്സസ് റേറ്റ് നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത്. നേരെ മറിച്ച് നമ്മുടെ പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്താ? ഇവിടെ സക്സസ് റേറ്റ് 100%. ഇതിൽ വിജയിക്കാത്തവരായിട്ട് ആരും തന്നെ. ഇതിൽ ഏതെങ്കിലും ഒരു ലൂസർ ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൈസ കിട്ടാതെ പോകുന്നുണ്ടോ? ലാഭകരമല്ലാതെ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു 100% വിശ്വസനീയമായ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു പ്രോഗ്രാമിന്റെ ബിസിനസ് ഇതെന്താ ഇരിക്കണം ബിസിനസ് മീറ്റിലാണ് നമ്മളേവരും ഇന്ന് ഇരിക്കുന്നത്. പക്ഷെ നമുക്കൊരു കസ്റ്റമറുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്താവണം? ആ കസ്റ്റമറെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലെ? ശരിയല്ലേ? എങ്കിലല്ലേ നമുക്ക് അവിടുന്ന് ബിസിനസ് ക്ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ കൺവിൻസ് ചെയ്യാൻ ചില ആൾക്കാർക്ക് പറ്റാറില്ല. പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കൺവിൻസ്ഡ് അല്ല. നമ്മുടെ മനസ്സിലുള്ള ചില ചോദ്യങ്ങൾ ഇല്ലേ? ഒരാൾ വന്നൊരു പ്രോഗ്രാം നമ്മളോട് പറയുമ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളില്ല സർ, സ്വയം അല്ലെ? ആ ചോദ്യങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്താവും? കൺവിൻസ്ഡ് ആവും. ശരിയല്ലേ? നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ, കൺവിൻസ് ചെയ്യാനായിട്ട് എളുപ്പവുമായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ പേർമിൻ ഇന്റർനാഷണലിന്റെ ഹിസ്റ്ററി ആൻഡ് ഗ്രോത്ത് നമുക്കൊന്ന് പരിശോധിക്കണം. എന്നാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ എത്രയോ മീറ്റിംഗുകൾ കേട്ടവരാണ്. ചോദ്യമല്ല കേട്ടോ, ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ല, അല്ലെങ്കിൽ സാറ് ടീച്ചർ അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. എന്നാ നമ്മുടെ കമ്പനിയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 2015 നവംബർ 28-ന് എവിടെയാണ് തുടങ്ങിയത്? US-ലെ ടെക്സാസ് ആസ്ഥാനമാക്കിക്കൊണ്ട് തുടങ്ങി. ഇപ്പൊ നമുക്ക് രണ്ടാമതൊരു ഓഫീസുണ്ട്. എവിടെയാണ്? UK-ലെ ഹട്ടൺ വെൻവുഡ് എന്ന് പറയും. ഹട്ടൺ വെൻവുഡില് ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓഫീസിന്റെ കാര്യങ്ങള് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് അവിടെ ആരംഭിച്ച ഈ ഒരു സിസ്റ്റം എന്നാണ് ഇന്ത്യയിലേക്ക് വരിക? 2018 3 കൊല്ലത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ എന്താണ് സിസ്റ്റത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം? ഹലോ, ഒരു അംഗീകാരം ഇല്ല. ചുമ്മാ ഇവിടുന്ന് ഇന്ത്യയിൽ വരെ വന്നതല്ലേ വിചാരിച്ച് കുറച്ച് ബിസിനസ് അങ്ങനെയാണോ? അല്ല. നമുക്കിവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഉണ്ട്, സെബിയുടെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പെർമിഷന്റെ കാര്യങ്ങൾക്കകത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ബിസിനസ്സുമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഹലോ, ആ ഡിജിറ്റൽ ബാങ്കിംഗ് എന്ന് പറയുന്ന ഒരു ബിസിനസ് നമുക്ക് ഫസ്റ്റ് ഉണ്ട്. അതിന്റെ കഥയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. DP എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ്. KYC സ്വീകരിക്കുന്ന ഡോളറിന് തുല്യ മൂല്യമുള്ള ഡിജിറ്റൽ കറൻസിയുടെ ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് DP എന്ന് പറയുന്നത്. ആ DP അവതരിപ്പിച്ചത് പേർമിൻ ഇന്റർനാഷണൽ ആണ്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ആര് വന്നത്? നമ്മൾ 2018 ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് റിസർവ് ബാങ്കുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് അതിന്റെ പേര്? റുപ്പി ഡ്രോയിങ്. എഴുതി വെച്ചോ. റുപ്പി ഡ്രോയിങ് അറേഞ്ച്മെന്റ് എന്ന് പറയും. റുപ്പി ഡ്രോയിങ് അറേഞ്ച്മെന്റ്. ആ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ആ എഗ്രിമെന്റ് അത് 2018 ഈ സിസ്റ്റത്തിൽ കിട്ടിയതാണ്. ശരിക്കും അത് പ്രകാരം ഇവര് കൊണ്ടുവന്ന ഡിജിറ്റൽ കറൻസിയെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ചു. തൽഫലമായി ഈ DP ഉപയോഗിച്ച് പല കാര്യങ്ങൾ ഇന്ത്യയിലെ ആളുകൾക്ക് ചെയ്യാൻ പറ്റി. ഈ DP ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം DP കൊടുത്തിട്ട് LICയുടെ പ്രീമിയം പേ ചെയ്യാൻ വേണ്ടി സാധിച്ചു. DP കൊടുത്തിട്ട് മൊബൈൽ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ DP സൂക്ഷിക്കുന്നത് നമ്മുടെ പേയ്മെന്റ് അനുവദിച്ചു തരുന്ന വാലറ്റിലാണ്.
അപ്പൊ തീർച്ചയായിട്ടും വാലറ്റ് ടു വാലറ്റ് ട്രാൻസ്ഫർ, ഒരു വാലറ്റിൽ നിന്ന് വേറൊരു വാലറ്റിന്റെ കാര്യങ്ങളിലേക്കുള്ള ട്രാൻസ്ഫർ, ഇതെല്ലാം എന്താണ് ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ നടക്കും. പേയ്മെന്റ് ട്രാൻസ്ഫർ എത്ര രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ്? 156 രാജ്യങ്ങളിലേക്ക്. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ഇത്രയും കാര്യങ്ങൾ നടന്നെങ്കിൽ ഓരോ രാജ്യത്തെയും ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? DP ഉപയോഗിച്ച് അവരുടെ രാജ്യത്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ കിട്ടി എന്നുള്ള അവസ്ഥ നമ്മൾ പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ 156 ഇത് പിന്നെ കളിപ്പിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 156 രാജ്യങ്ങളിലും തീർച്ചയായിട്ടും എന്ത് കാണും? ഇവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എഗ്രിമെന്റ് അതുണ്ടെന്നുള്ള കേസ് 100% അണ്ടർസ്റ്റുഡ് ആണ്. ശരിയല്ലേ? തീർച്ചയായും. ഇനി ഈ DP പ്രോഗ്രാമിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താണ്? DP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്, അതായത് എന്തുകൊണ്ട് നമ്മൾ പേൾവിൻ ഇന്റർനാഷണലിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു സിസ്റ്റത്തെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? അപ്പൊ ആ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് അവര് ഭാവിയിലേക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കാൾ ഉപരി അവരിവിടെ വന്ന സമയത്ത്, പ്രവർത്തിച്ച സമയത്ത് എന്ത് ചെയ്തു എന്ന് വിശകലനം ചെയ്താൽ പോരെ സാർ? അല്ലെ? അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ സിസ്റ്റത്തെ എന്ത് ചെയ്യാം? വിലയിരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ DP പ്രോഗ്രാമില് 13 വാലറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ വാലറ്റിന്റെ പേര് പേൾ എന്നാണ്. പേൾ വൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തുമാല എന്നോ രക്തങ്ങളാൽ കുരുക്കപ്പെട്ട ഒരു മാല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വാലറ്റുകൾക്കൊക്കെ ഈ രക്തങ്ങളുടെ പേരാണ്. പേൾ നമ്മൾ കേട്ടിട്ടില്ലേ? പവിഴം അല്ലെ എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പൊ പേൾ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ വാലറ്റ് എന്ന് പറയുന്നത്. അതിന് കൊടുക്കേണ്ടിയിരുന്ന ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്? 30 DP ആണ് സിസ്റ്റം ആവശ്യപ്പെട്ടത്. അപ്പൊ DPയുടെ മൂല്യം എന്തിനു തുല്യമാണ്? ഡോളറിന് തുല്യമാണ്. 2015 കഥയാണ് നമ്മൾ ഈ പറയുന്നത്. 2015 ഡോളറിന് എത്രയാണ് വില? 75 രൂപ. അപ്പൊ 30 × 75 എന്ന് പറയുമ്പോ 2250 രൂപ. ഇന്ത്യൻ മണിയിൽ പറഞ്ഞ 2250 രൂപ കൊടുത്താലാണ് നമുക്ക് പേൾ എന്ന് പറയുന്ന ഒരു വാലറ്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ആ പേൾ എന്ന് പറയുന്ന വാലറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. പക്ഷെ വാലറ്റ് ആക്ടിവേഷൻ നടക്കണമെങ്കിൽ 2250 രൂപ നമ്മൾ കൊടുക്കണം. ഇനി ഇതിന്റെ ലാസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നതിന്റെ പേര് റൂബി എന്നാണ്. ആ റൂബി എന്ന് പറയുന്ന വാലറ്റ് ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി റൂബി എന്ന് പറയുന്ന വാലറ്റ് ആക്ടിവേഷൻ നടത്തുന്ന കാര്യങ്ങൾക്ക് വേണ്ടി 20,000 DP ആണ് സിസ്റ്റം ആവശ്യം. അപ്പൊ 20,000 × 75 എന്ന് വെച്ചാൽ 15 ലക്ഷം രൂപയാണ് ലാസ്റ്റ് വാലറ്റ്. ഇനി ഈ വാലറ്റുകൾക്കിടയിൽ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. ഇത് ചാടി കയറി എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ ആ ലാസ്റ്റ് വാലറ്റ് മേടിച്ചേക്കാന്ന് പറഞ്ഞാൽ ഒരാൾ തീരുമാനിച്ചാൽ നടക്കില്ല. ഒന്നാമത്തെ വാലറ്റ് വാങ്ങിയ ആൾക്ക് രണ്ടാമത്തെ വാലറ്റിലേക്ക് പോകാൻ കഴിയും. 2 എണ്ണം മേടിച്ച ആൾക്ക് മൂന്നാമത്തിലേക്ക് പോകാൻ കഴിയും. ഇങ്ങനെ ക്രമമായിട്ട് മാത്രമേ ഈ 12 വാലറ്റുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പൊ 11 വാലറ്റുകൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്താണ് 12ാമത്തെയോ അല്ലെ 12 വാലറ്റുകൾ മേടിച്ച ആൾക്ക് 13ാമത്തെ ലാസ്റ്റ് വാലറ്റ് സ്വന്തമാക്കാൻ വേണ്ടി കഴിച്ചിരുന്നു. അപ്പൊ എനിവേ ആദ്യത്തെ വാലറ്റിന് നമുക്ക് 2250 ആണെങ്കിൽ ലാസ്റ്റ് വാലറ്റിന് നമുക്ക് 15 ലക്ഷം രൂപയുടെ കാര്യങ്ങൾ കൊടുക്കേണ്ടിയിരുന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന സാറിന്, ശ്രീ സാറിന് എന്ത് ചെയ്യാണ്? ഞാനൊരു വാലറ്റ് കൊടുക്കുകയാണ്. 2250 രൂപയുടെ ഒരു വാലറ്റ് ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുക? ഹലോ, ഒന്നും കിട്ടില്ല. ഇദ്ദേഹം എത്ര മുടക്കിയോ അതിന്റെ പകുതി. ഇദ്ദേഹം 30 DP അല്ല 2250 ആണ് മുടക്കിയത്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 15 DP അല്ലെങ്കിൽ 1125 രൂപ ആ സ്പോട്ടിൽ കിട്ടുക. ഓൺ ദ സ്പോട്ടിൽ എന്റെ വാലറ്റിലേക്ക് വെക്കാം. ഈ വാലറ്റ് ആക്ടിവേഷൻ നടക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്കത് അതൊന്നേ. 2 ഒരു 1.25 DP കൂടെ കിട്ടും ലെവൽ ഇൻഡോ ആയിട്ട്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് മുകളിലോട്ട് നിൽക്കുന്ന 7 പേർ കൂടി, എന്നെ ഉൾപ്പെടെ 8 ആൾക്കാർക്ക്. അപ്പൊ 1.25 DP നമ്മൾ കണക്കാക്കാമെങ്കിൽ 75 രൂപ വെച്ച് കൂട്ടിയ ഒരു 93 രൂപ 75 പൈസയുടെ കാര്യങ്ങൾ വരും. അപ്പൊ ശരിക്കും ഈ 2 തുകയും, ഈ സ്പോട്ട് കമ്മീഷൻ ആയിട്ടുള്ള തുകയും ഈ ലെവൽ ഇൻകം ആയിട്ടുള്ള തുകയും ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യുവാണ്? സിസ്റ്റത്തിലേക്ക് ചെന്നോ? ഇല്ല അല്ലെ? സിസ്റ്റം അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പോയിട്ട് സിസ്റ്റത്തിന്റെ കയ്യിൽ ബാക്കി നിൽക്കുന്ന എത്രയാണ്? 5%. ഈ 5% സിസ്റ്റം എന്താക്കിയത്? 5% എന്ന് ഞാൻ പറയുമ്പോ 13 വാലറ്റ് വിൽക്കുന്നതിനകത്തും ഈ 2 പ്രക്രിയ നടക്കുക. ആ വാലറ്റ് ക്യാൻവാസ് ചെയ്ത വ്യക്തിക്ക് അതിൻ്റെതാകുന്ന സ്പോട്ട് കമ്മീഷൻ കൊടുക്കുന്നു. ഒരു 8 ലെവലിലേക്ക് എന്ത് ചെയ്യുന്നു?
ലെവൽ ഇൻകത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം ബാക്കി വരുന്ന തുക, ആ വരുന്ന തുക ഇവരെന്താ ചെയ്തത്? സാധാരണത്തിൽ ഈ സിസ്റ്റം എടുക്കണ്ടേ, ഈ സിസ്റ്റം എടുക്കണമല്ലോ, പക്ഷെ ഈ സിസ്റ്റം എടുത്തില്ല. പകരം എന്ത് ചെയ്തു? അത് ഓട്ടോ പൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ടൊരു വാക്ക് കേട്ടു, എന്താണ് ഓട്ടോ പൂൾ. ഓട്ടോ പൂൾ എന്ന് പറയുന്ന ഒരു ഫണ്ടിലേക്ക് എന്ത് ചെയ്തു? ഇതിനെ സമാഹരിച്ചു. ഈ 156 രാജ്യങ്ങളിൽ നിന്നും ഇതിനെ സമാഹരിച്ചിട്ട് ഈ ഒരു ഫണ്ട്, അപ്പൊ അതൊരു വളരെ ഹ്യൂജ് ഫണ്ട് അല്ലെ? കാരണം 85 ലക്ഷം വാലറ്റ് ഹോൾഡേഴ്സ് ആണ് ഈ പറഞ്ഞ DP പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ 85 ലക്ഷം ആൾക്കാരിൽ ചിലർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ചിലർ 2 എടുത്തിട്ടുണ്ട്, ചിലര് 10 വാങ്ങിയിട്ടുണ്ട്, ചിലര് മുഴുവനും 13 വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ ശരിക്കും ഒരു ന്യായമായിട്ടുള്ള തുക എന്ത് കാണും? യേശു സാറേ, ഈ ഓട്ടോ പൂൾ ഫണ്ടിന്റെ കാര്യങ്ങൾക്കകത്ത് വന്നു ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഓട്ടോ പൂൾ ഫണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചാല് സീനിയോറിറ്റി ബേസിൽ എന്ന് വെച്ചാൽ ആദ്യം വാലറ്റ് എടുത്ത ആൾക്ക് ആദ്യം പ്രയോറിറ്റി,